ഹായ്, നമസ്കാരം. നമ്മൾ കേരള നവോത്ഥാനം പറഞ്ഞു വരികയായിരുന്നല്ലോ. കഴിഞ്ഞ എപ്പിസോഡുകളിലെ കഥ പറഞ്ഞു വരുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ വക്കം അബ്ദുൽ ഖാദർ മൗലവിയെക്കുറിച്ചും സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞു പോയി. അപ്പോൾ ഇന്ന് ഞാൻ കേരളത്തിലെ ഒരു നവോത്ഥാന നായകൻ എന്ന രീതിയിലും പ്രശസ്തനായ ഒരു കവിയായും ഒക്കെ അറിയപ്പെടുന്ന കുമാരൻ ആശാനിലേക്ക് വരികയാണ്. ആശാൻ ആശയ ഗാംഭീര്യൻ, അല്ലേ? ആശാൻ ആശയ ഗാംഭീര്യൻ എന്നാണ് പറയുന്നത്. നമ്മുടെ ആധുനിക കവിത്രയങ്ങളിൽപ്പെടുന്ന ആൾ. ആധുനിക കവിത്രയങ്ങൾ നമ്മൾ പറയുന്നത് ആശാനെയും ഉള്ളൂരിനെയും വള്ളത്തോളിനെയുമാണ്. ആശാൻ ആശയ ഗാംഭീര്യൻ, ഉള്ളൂർ ഉജ്ജ്വലൻ, വള്ളത്തോൾ വാഗ്മി, അല്ലേ? ഇങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത്. ആശാൻ ആശയ ഗാംഭീര്യനാണ്, ഉള്ളൂർ ഉജ്ജ്വല ശബ്ദാഢ്യനാണ്, വള്ളത്തോൾ വാഗ്മിയാണ്. അപ്പോൾ അതിൽ ഇന്നിപ്പം ഞാൻ കുമാരനാശാനെ കുറിച്ച് പറയുന്നു. കുമാരനാശാൻ ജനിച്ചത് 1873. കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു 1873 തന്നെയാണ് പറഞ്ഞത്, അല്ലേ? 1873 വക്കം അബ്ദുൽ ഖാദർ മൗലവിയെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഇന്നും 1873 തന്നെ വന്നിരിക്കുകയാണ് കുമാരനാശാനിലേക്ക്. അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്തെ പേര് കുമാരു എന്നാണ്. കുമാരനാശാൻ കുട്ടിക്കാലത്ത് അദ്ദേഹത്തെ വിളിച്ചു കുമാരു. അദ്ദേഹം എവിടെ ജനിച്ചത്? കായിക്കര എന്ന് പറയുന്ന സ്ഥലത്താണ് കുമാരനാശാൻ ജനിച്ചത്. കായിക്കരയിൽ 1873 ജനിച്ച കുമാരനാശാൻ 1924 പല്ലനയാറ്റിലുണ്ടായ, ആലപ്പുഴ ജില്ലയിലെ പല്ലനയാറ്റിലുണ്ടായ റെഡിമർ ബോട്ടപകടത്തിലാണ് അദ്ദേഹം മരണമടയുന്നത്. 1924 പല്ലനയാറ്റിലുണ്ടായ റെഡിമർ ബോട്ടപകടത്തിൽ കുമാരനാശാൻ മരണമടഞ്ഞു. അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്തെ പേര് പറഞ്ഞു കുമാരു എന്നാണ് അദ്ദേഹത്തെ വീട്ടിൽ വിളിച്ചിരുന്നത്. അദ്ദേഹത്തെ നമ്മുടെ ഡോക്ടർ പൽപ്പുവും കുമാരനാശാനുമായിട്ട് നല്ലൊരു ബന്ധമുണ്ടായിരുന്നല്ലോ. ഡോക്ടർ പൽപ്പു കുമാരനാശാനെ വിളിച്ചത് ചിന്നസ്വാമി എന്നാണ്. ഡോക്ടർ പൽപ്പു ശ്രീനാരായണ ഗുരുവിനെ വിളിച്ചത് പെരിയസ്വാമി എന്നാണ്. അപ്പോൾ പെരിയസ്വാമിയും ചിന്നസ്വാമിയും. ഇനി കുമാരനാശാനെക്കുറിച്ച് പറയുമ്പോൾ ആശാൻ SNDP യോഗത്തിൻ്റെ പ്രധാന പ്രവർത്തകനായിരുന്നല്ലോ. SNDP യോഗം ആരംഭിക്കുമ്പോൾ 1904 അതിൻ്റെ ആദ്യ സെക്രട്ടറി ആയിരുന്നത് കുമാരനാശാനാണ്. SNDP യോഗത്തിൻ്റെ ആദ്യ സെക്രട്ടറി കുമാരനാശാൻ്റെ നേതൃത്വത്തിൽ ഒരു പത്രം ആരംഭിച്ചിരുന്നു SNDP യോഗം, വിവേകോദയം. അപ്പോൾ വിവേകോദയം എന്ന പത്രത്തിൻ്റെ ആദ്യ പത്രാധിപരായിരുന്നത് കുമാരനാശാനാണ്. ഇനി ആശാൻ പത്രത്തിൻ്റെ പത്രാധിപരായിട്ട് വരുന്നു. SNDP യോഗത്തിൻ്റെ പ്രവർത്തനമാകുന്നു. ഇതിനു മുമ്പ് അദ്ദേഹം ശ്രീനാരായണ ഗുരുവുമായിട്ട് പരിചയപ്പെടുന്നു. പിന്നെ അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ പ്രധാനമായിട്ട് പറയുന്ന അദ്ദേഹത്തിൻ്റെ കവിതകളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ അദ്ദേഹം ഒരു സാമൂഹ്യ പരിഷ്കർത്താവ്, ഒപ്പം തന്നെ ഒരു കവിയുമായിരുന്നല്ലോ. അദ്ദേഹമാണ് ശ്രീമൂലം പ്രജാസഭയിൽ അംഗമാകുന്ന ആദ്യത്തെ കവി. അതായത് നമ്മുടെ ട്രാവൻകൂർ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അംഗമാകുന്ന ആദ്യത്തെ കവി എന്ന് പറയുന്നത് കുമാരനാശാനാണ്. അതിൽ അദ്ദേഹം മഹാകാവ്യമൊന്നും എഴുതിയിട്ടില്ല. മഹാകാവ്യം എഴുതാതെ മഹാകവിയായി അദ്ദേഹത്തിന് 1922 മദ്രാസ് യൂണിവേഴ്സിറ്റി ഒരു ബഹുമതി കൊടുക്കുകയാണ്. അങ്ങനെ മദ്രാസ് യൂണിവേഴ്സിറ്റി കൊടുത്ത ബഹുമതിയിൽ നിന്നാണ് അദ്ദേഹം മഹാകവിയാകുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു ബഹുമതി, മഹാകവി എന്ന പട്ടം നൽകി. ആരാ നൽകിയത്? മദ്രാസ് യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ അതിനു മുമ്പ് തന്നെ 1921 പ്രിൻസ് ഓഫ് വെയിൽസ് രാജകുമാരൻ ഇവിടെ കേരളം സന്ദർശിക്കുന്നു. ആ സമയത്ത് ആശാന് പട്ടും വളയും നൽകുന്നുണ്ട്. പ്രിൻസ് ഓഫ് വെയിൽസ് രാജകുമാരനാണ് കുമാരനാശാന് പട്ടും വളയും നൽകിയത്. അതുപോലെ മദ്രാസ് യൂണിവേഴ്സിറ്റിയാണ് അദ്ദേഹത്തിന് മഹാകവി എന്ന ബഹുമതി നൽകിയത്. അപ്പോൾ അദ്ദേഹം മഹാകവിയായല്ലോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൃതികൾ വളരെ പ്രശസ്തമായ ഒരുപാട് പുസ്തകങ്ങൾ, ഒരുപാട് കാവ്യങ്ങൾ, അതായത് ഖണ്ഡകാവ്യങ്ങൾ അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പുസ്തകം എന്ന് പറയുന്നത് വീണപൂവ് ആണ്. കുമാരനാശാൻ്റെ ആദ്യത്തെ ഖണ്ഡകാവ്യം വീണപൂവാണ്. അത് 1907 പ്രസിദ്ധീകരിക്കുന്നത്. അത് ആദ്യമായി പ്രസിദ്ധീകരിക്കുന്നത് മിതവാദി എന്ന് പറയുന്ന പത്രത്തിലാണ്. കുമാരനാശാൻ്റെ ആദ്യ പോയം, അദ്ദേഹത്തിൻ്റെ ഖണ്ഡകാവ്യം വീണപൂവ്, അത് 1907 പ്രസിദ്ധീകരിക്കുന്നു. അത് മിതവാദി എന്ന് പറയുന്ന പത്രത്തിലാണ് അത് പ്രസിദ്ധീകരിക്കുന്നത്. ഇനി അതുപോലെ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം കുട്ടികൾക്ക് വേണ്ടി ഒരു കാവ്യം എഴുതിയല്ലോ, ബാലരാമായണം. കുട്ടികൾക്ക് വേണ്ടി അദ്ദേഹം ബാലരാമായണം എഴുതിയിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ മറ്റ് കൃതികൾ പറയുകയാണെങ്കിൽ ലീലയും മദനനും കഥാപാത്രങ്ങളായി വരുന്ന ലീല,
അല്ലേ? ലീല എന്ന് പറയുന്നത് ഈ ലൈലാ മജ്നു ഉണ്ടല്ലോ, നമ്മുടെ അമീർ ഖുസ്രുവിൻ്റെ ലൈലാ മജ്നുവിൽ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹം എഴുതിയ ഒരു കാവ്യമാണ് ലീല എന്ന് പറയുന്നത്. അതുപോലെ കരുണ അദ്ദേഹത്തിൻ്റെ അവസാനത്തെ വർക്കായിട്ടാണ് പറയുന്നത്. അദ്ദേഹം അവസാനമായിട്ട് എഴുതിയൊരു കാവ്യമാണ് കരുണ എന്ന് പറയുന്നത്. അത് ശരിക്കും ഒരു വഞ്ചിപ്പാട്ട് വൃത്തത്തിലാണ് എഴുതിയിരിക്കുന്നത്. കവിത അദ്ദേഹം കരുണ എഴുതിയത് വഞ്ചിപ്പാട്ട് വൃത്തത്തിലാണ്. അതിനകത്തുള്ള കഥാപാത്രങ്ങൾ വാസവദത്തയും ഉപഗുപ്തനും, അല്ലേ? വാസവദത്തയും ഉപഗുപ്തനും വളരെ ഫേമസ് ആയിട്ടുള്ള 2 കഥാപാത്രങ്ങളാണല്ലോ ഇവർ രണ്ടുപേരും. പിന്നെ അതുപോലെ, കാരണം ഞാൻ ആ കഥാപാത്രത്തിൻ്റെ പേര് ഇങ്ങനെ എടുത്ത് പറയാൻ കാരണം, ഈ കഥാപാത്രത്തിൻ്റെ പേര് തന്നിട്ട് അത് ഏത് കവിതയിൽ നിന്നുള്ളതാണ്, അല്ലെങ്കിൽ ഏത് പുസ്തകത്തിലുള്ളതാണ്, അല്ലെങ്കിൽ ഏത് കഥാകാരൻ്റെ അല്ലെങ്കിൽ ഏത് കവിയുടെ സൃഷ്ടിയാണ് ഈ കഥാപാത്രം എന്ന രീതിയിലൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് വാസവദത്തയും ഉപഗുപ്തനുമാണ് കരുണയിലെ കഥാപാത്രങ്ങളെന്ന് ഞാൻ പറഞ്ഞത്. അതുപോലെ ലീലയും മദനനുമാണ്. പിന്നെ അതുപോലെ അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായൊരു കവിതയുണ്ടല്ലോ, ചിന്താവിഷ്ടയായ സീത എഴുതിയത് കുമാരനാശനാണ്. അതുപോലെ ചണ്ടാല വിഷുകി, ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി ചോദിക്കുന്നു നീർനാവു വരണ്ടഹോ എന്ന് പറയുന്ന ചണ്ടാല വിഷുകി, അല്ലേ? ചണ്ടാല വിഷുകിയും ബുദ്ധമതവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. ചണ്ടാല വിഷുകി, അതിനകത്ത് വരുന്നത് നമ്മുടെ ആനന്ദബിഷുവും മാതങ്കിയുമാണ് അതിലെ കഥാപാത്രങ്ങൾ. ആനന്ദബിഷുവും മാതങ്കിയുമാണ് ചണ്ടാല വിഷുകിയിലെ കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത്. അതുപോലെ നളിനിയും ദിവാകരനും, നളിനിയിലെ കഥാപാത്രങ്ങളാണ് നളിനിയും ദിവാകരനും. അത് ശരിക്കും അതിൻ്റെ ഇൻട്രൊഡക്ഷൻ എഴുതിയത്, നളിനിയുടെ പ്രത്യേകത ഇതാണ്, അതിൻ്റെ ഇൻട്രൊഡക്ഷൻ എഴുതി കൊടുത്തത് നമ്മുടെ AR രാജരാജവർമ്മയാണ്. AR രാജരാജവർമ്മ ഇൻട്രൊഡക്ഷൻ എഴുതി കൊടുത്ത കുമാരനാശാൻ്റെ ഒരു പുസ്തകമാണ്, ഒരു കാവ്യമാണ് നളിനി എന്ന് പറയുന്നത്. ഇത് നമ്മുടെ കേരള പാണിനി, അല്ലേ? കേരള പാണിനി എന്നറിയപ്പെടുന്നത് AR രാജരാജവർമ്മയാണ്, കേരള പാണിനി. ഇനി അതുപോലെ പ്രരോദനം, ശരിക്കും ഈ AR രാജരാജവർമ്മ മരണമടയുമ്പോൾ അദ്ദേഹത്തിൻ്റെ മരണത്തിൽ ദുഃഖം രേഖപ്പെടുത്തിക്കൊണ്ട്, AR രാജരാജവർമ്മയുടെ മരണത്തിൽ ദുഃഖം രേഖപ്പെടുത്തിക്കൊണ്ട് ആശാൻ എഴുതിയ പുസ്തകമാണ് പ്രരോദനം എന്ന് പറയുന്നത്. പ്രരോദനം. ആശാൻ എഴുതിയ 2 നാടകങ്ങളുണ്ട്. ആശാൻ എഴുതിയ 2 നാടകങ്ങളാണ് വിചിത്ര വിജയവും അതുപോലെ മൃത്യുഞ്ജയവും. വിചിത്ര വിജയം എന്ന് പറഞ്ഞിട്ടൊരു നാടകം അദ്ദേഹം എഴുതിയിട്ടുണ്ട്. മൃത്യുഞ്ജയം എന്ന് പറഞ്ഞിട്ടൊരു നാടകം ആശാൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആ 2 നാടകങ്ങളുടെ പേരും ഓർക്കുക. പിന്നെ അദ്ദേഹം ഈ കവിയൊക്കെ ആകുന്നതിന് മുമ്പ് വേറെ 1-2 പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ട്. എന്തായാലും കവിതയോടും പുസ്തകങ്ങളോടും താല്പര്യമുണ്ടായിരുന്ന ആശാൻ ശാരദാ ബുക്ക് ഡിപ്പോ എന്ന് പറഞ്ഞിട്ടൊരു ബുക്ക് ഡിപ്പോ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. ശാരദാ ബുക്ക് ഡിപ്പോ ആരംഭിച്ച ആശാനാണ്. അതിനു മുമ്പ് ആശാൻ ഒരു ടൈൽ ഫാക്ടറി നടത്തി, യൂണിയൻ ടൈൽ ഫാക്ടറി എന്ന് പറഞ്ഞിട്ട് ഒരു ടൈൽ ഫാക്ടറി നടത്തി ആശാൻ. അതൊക്കെ പ്രത്യേകിച്ച് ഓർക്കേണ്ട കാര്യങ്ങളാണ്. യൂണിയൻ ടൈൽസ് ഫാക്ടറി, നമ്മുടെ PSCയുടെ പുതിയ ചോദ്യപേപ്പറിൻ്റെ രീതി വെച്ച് പറയുകയാണെങ്കിൽ, ഒരു ആശാനെക്കുറിച്ചൊരു 4 ഫാക്ടറികൾ തന്നിട്ട് ഇതിൽ ശരിയായത് ഏത് തെറ്റായത് ഏത് എന്ന് ചോദിക്കുമ്പോൾ യൂണിയൻ ടൈൽസ് ഫാക്ടറി ആരംഭിച്ചത് കുമാരനാശാനാണെന്ന് പറയുമ്പോൾ അയ്യോ ആശാൻ ടൈൽ ഫാക്ടറി ആരംഭിച്ചോ എന്നൊരു സംശയം നമുക്ക് തോന്നാം. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് എടുത്തു പറഞ്ഞത്. ഇനി ആശാൻ ജനിച്ചത് കായിക്കര എന്ന് ഞാൻ പറഞ്ഞല്ലോ. ആശാൻ ജനിച്ചത് 1873 കായിക്കരയിലാന്ന് പറഞ്ഞു. അദ്ദേഹം മരണമടഞ്ഞതും പറഞ്ഞു, അത് പല്ലനയാറ്റിൽ വെച്ചാണ്. പല്ലനയാറ്റിൽ റെഡിമെയർ ബോട്ട് അപകടത്തിലാണ് 1924 ആശാൻ മരണമടഞ്ഞെന്ന് പറഞ്ഞു. ഇനി നമ്മുടെ ആശാൻ്റെ ഒരു മെമ്മോറിയൽ ഉണ്ടല്ലോ, ആശാൻ മെമ്മോറിയൽ, അതെവിടെയാണ്? അത് തോന്നയ്ക്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. അത് മാറിപ്പോകണം. കാരണം ആശാൻ മെമ്മോറിയൽ എവിടെയാണെന്ന് നമ്മൾ ചോദിച്ചാൽ നമ്മൾ പെട്ടെന്ന് ആശാൻ ജനിച്ച കായിക്കര എന്ന് പറയും. കായിക്കരയിലൊരു മെമ്മോറിയൽ ഉണ്ട്, പക്ഷേ അത് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള അറിയപ്പെടുന്ന ഒരു മെമ്മോറിയൽ എന്ന് പറയുന്നത് അതെവിടെയാണ്? തോന്നയ്ക്കലിലാണ് ആശാൻ മെമ്മോറിയൽ സ്ഥിതി ചെയ്യുന്നത്. തോന്നയ്ക്കൽ അവിടെയാണ്. തിരുവനന്തപുരം ജില്ലയിൽ തന്നെയാണ് ഈ പറഞ്ഞ തോന്നയ്ക്കലും കായിക്കരയും ഒക്കെ സ്ഥിതി ചെയ്യുന്നത്. പിന്നെ അതുപോലെ ആശാനെ വിപ്ലവത്തിൻ്റെ ശുക്രനക്ഷത്രം എന്ന് വിളിച്ചിട്ടുണ്ട്. കുമാരനാശാനെ വിപ്ലവത്തിൻ്റെ ശുക്രനക്ഷത്രം എന്ന് വിശേഷിപ്പിച്ചത് നമ്മുടെ ജോസഫ് മുണ്ടശ്ശേരിയാണ്. കുമാരനാശാനെ വിപ്ലവത്തിൻ്റെ ശുക്രനക്ഷത്രം എന്ന് വിശേഷിപ്പിച്ചു ജോസഫ് മുണ്ടശ്ശേരി. അതുപോലെ ആശാനെ ദിവ്യ കോകിലം എന്ന് വിളിച്ചു. കുമാരനാശാനെ ദിവ്യ കോകിലം എന്ന് വിശേഷിപ്പിച്ചത് പ്രൊഫസർ ലീലാവതിയാണ്. അദ്ദേഹത്തെ എന്ത് വിളിച്ചത്? ദിവ്യ കോകിലം എന്ന് വിളിച്ചത്. ദിവ്യ കോകിലം. ഈ ആശാൻ ദിവ്യ കോകിലം എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ഞാനത് പറയാൻ പറ്റുള്ളൂ. ആശാൻ എഴുതിയിട്ടുണ്ട് ദിവ്യ കോകിലം എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം. അത് രവീന്ദ്രനാഥ് ടാഗോറിനെ കുറിച്ചിട്ടാണ്.
രവീന്ദ്രനാഥ് ടാഗോറിനെ ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ട് അദ്ദേഹം ഇതൊരു പുസ്തകമാണ് ദിവ്യ ഗോകുലം എന്ന് പറയുന്നത്. അതുപോലെ നമ്മുടെ എഡ്വിൻ ആർണോൾഡിൻ്റെ ലൈറ്റ് ഓഫ് ഏഷ്യ, ആ ലൈറ്റ് ഓഫ് ഏഷ്യയിൽ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ആശാൻ എഴുതിയൊരു പുസ്തകമുണ്ട്, ശ്രീബുദ്ധചരിതം. എഡ്വിൻ ആർണോൾഡിൻ്റെ ലൈറ്റ് ഓഫ് ഏഷ്യ, ഏഷ്യയുടെ പ്രകാശം, ആ പുസ്തകത്തിൽ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ആശാൻ എഴുതിയ പുസ്തകമാണ് ശ്രീബുദ്ധചരിതം. അതുപോലെ ദുരവസ്ഥ അല്ലേ, അദ്ദേഹം 1921 മലബാറുകളെ പശ്ചാത്തലം എഴുതിയ പുസ്തകമാണ് ദുരവസ്ഥ. ആശാൻ്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള പുസ്തകമല്ലേ അത്. 1921 മലബാറുകളെ പശ്ചാത്തലമാക്കി എഴുതിയ നമ്മുടെ സാവിത്രി അന്തർജനവും ചാത്തനും കഥാപാത്രങ്ങളായിട്ട് വരുന്ന പുസ്തകം, കാവ്യം അല്ലേ. സാവിത്രി അന്തർജനവും ചാത്തനുമാണ് അതിനകത്തുള്ള കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ ആശാനെക്കുറിച്ച് പറയുമ്പോൾ ആശാനെക്കുറിച്ച് എഴുതിയിട്ടുള്ള പുസ്തകങ്ങളുണ്ട്, കുമാരനാശാനെക്കുറിച്ച് എഴുതിയിട്ടുള്ള പുസ്തകങ്ങളുണ്ട്. ആശാനെക്കുറിച്ച് ആശാൻ നവോത്ഥാനത്തിൻ്റെ കവി എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകമുണ്ട്. ആശാൻ നവോത്ഥാനത്തിൻ്റെ കവി എന്ന് പറയുന്ന പുസ്തകം എഴുതിയത് തായാട്ട് ശങ്കരൻ എന്ന് പറയുന്ന ആളാണ്. തായാട്ട് ശങ്കരൻ എഴുതിയ പുസ്തകമാണ് ആശാൻ നവോത്ഥാനത്തിൻ്റെ കവി. അതുപോലെ അശാന്തിയിൽ നിന്ന് ശാന്തിയിലേക്ക്, ആശാനെക്കുറിച്ചുള്ള പുസ്തകം തന്നെയാണ് MK സാനു എഴുതിയ പുസ്തകം. സാനുമാഷിൻ്റെ പുസ്തകമാണ് അശാന്തിയിൽ നിന്ന് ശാന്തിയിലേക്ക് എന്ന പുസ്തകം എഴുതിയത് MK സാനുവാണ്. കുമാരനാശാനെക്കുറിച്ച് എഴുതിയ പുസ്തകമാണ്. അപ്പോൾ ഞാൻ ആശാനെക്കുറിച്ച് പറഞ്ഞു വന്ന കാര്യങ്ങൾ, അദ്ദേഹത്തെ ചിന്നസ്വാമി എന്ന് വിളിച്ചു ഡോക്ടർ പൽപ്പു. അദ്ദേഹം കുമാരനാശാൻ ജനിച്ചത് 1873 കായിക്കരയിലാണ്. പിന്നെ അതുപോലെ അദ്ദേഹമാണ് SNDP യോഗത്തിൻ്റെ ആദ്യ സെക്രട്ടറി. പിന്നെ അതുപോലെ SNDP യോഗത്തിൻ്റെ ആയുഷ്കാല പ്രസിഡന്റ് എന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരുവാണ്. നമ്മൾ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് പറഞ്ഞതാണ്. പിന്നെ SNDP യോഗത്തിൻ്റെ ഒരു പത്രം, ആദ്യത്തെ പത്രം എന്ന് പറയുന്നത് വിവേകോദയമായിരുന്നു. അതിൻ്റെ ആദ്യ പത്രാധിപർ എന്ന് പറയുന്നത് കുമാരനാശാനാണ്. അതുപോലെ കുമാരനാശാൻ്റെ കൃതികൾ പറഞ്ഞപ്പോൾ ഞാൻ ഒത്തിരി പുസ്തകങ്ങളുടെ പേര് പറഞ്ഞ പുസ്തകങ്ങളുടെ പേരെന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? ദുരവസ്ഥ പറഞ്ഞു, ശ്രീബുദ്ധചരിതം പറഞ്ഞു, ദിവ്യ ഗോകുലം പറഞ്ഞു. പിന്നെ ആദ്യത്തെ പുസ്തകം എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞത് ഏതാണ്? വീണപൂവ്. അദ്ദേഹത്തിൻ്റെ ആദ്യ പുസ്തകം എന്ന് പറയുന്നത് വീണപൂവാണ്. അതുപോലെ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞത് ബാലരാമായണം പറഞ്ഞു, കുട്ടികൾക്ക് വേണ്ടി അദ്ദേഹം ഒരു പുസ്തകം എഴുതി. പിന്നെ ലീല, ചണ്ടാലഭിഷകി, നളിനി, പ്രരോദനം, ഇതൊക്കെ ആശാൻ്റെ പുസ്തകങ്ങളാണ്. പിന്നെ യൂണിയൻ ടൈംസ് ആരംഭിച്ചു, ശാരദാ ബുക്സ് ആരംഭിച്ചു. പിന്നെ ഇങ്ങനെ ഒരുപാട് പുസ്തകങ്ങൾ. അതുപോലെ ആശാനെക്കുറിച്ച് പറഞ്ഞ അഭിപ്രായങ്ങൾ പറഞ്ഞു. ആശാനെ വിപ്ലവത്തിൻ്റെ ശുക്രനക്ഷത്രം എന്ന് വിശേഷിപ്പിച്ചു നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയൊക്കെ ആയിരുന്ന ജോസഫ് മുണ്ടശ്ശേരി. ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ആശാനെക്കുറിച്ച് പറഞ്ഞു. 1924 ഇവിടെ റെഡിമേർ ബോട്ടപകടം, ആലപ്പുഴയിൽ വെച്ചുണ്ടായ, പല്ലനാറ്റിൽ വെച്ചുണ്ടായ റെഡിമേർ ബോട്ടപകടത്തിൽ അദ്ദേഹം മരണമടഞ്ഞു. അദ്ദേഹത്തിൻ്റെ ശവകുടീരം ഇവിടെ തന്നെയാണ്, പല്ലനാറ്റിൻ്റെ തീരത്ത് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ആശാനെക്കുറിച്ച്. പിന്നെ അതുപോലെ ആശാന് ബഹുമതി കിട്ടിയ കാര്യം ഞാൻ പറഞ്ഞല്ലോ. മദ്രാസ് യൂണിവേഴ്സിറ്റിയാണ് ഖണ്ഡകാവ്യം മാത്രം എഴുതിയിരുന്ന ആശാനെ മഹാകവി എന്ന് വിശേഷിപ്പിച്ചത്. അദ്ദേഹത്തിന് അങ്ങനൊരു ബഹുമതി കൊടുത്തത്. അദ്ദേഹത്തിന് പട്ടും വളയും കൊടുത്തു വെയിൽസ് രാജകുമാരൻ. അപ്പം അങ്ങനെ ആശാനെക്കുറിച്ച് PSC ചോദിക്കാവുന്ന മിക്കവാറും കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ പറഞ്ഞുപോയി. അപ്പോൾ നിങ്ങൾക്ക് കുമാരനാശാനെക്കുറിച്ച് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ട് കാണും. ഈ ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും രേഖപ്പെടുത്തണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് ഞാൻ വളരെയധികം വില കൽപ്പിക്കുന്നു. അത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അതിന് മറുപടി വേണ്ടതാണ് എങ്കിൽ തീർച്ചയായിട്ടും മറുപടിയും ഞാൻ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഓക്കെ.